മാന്ത്രിക വിരലുകളാൽ തബലയിൽ വിസ്മയ താളം തീർത്ത ഉസ്താദിന് വിട പറഞ്ഞ് കലാലോകം. പിറന്നു വീണതിന് പിന്നാലെ പിതാവും തബലവാദകനുമായ ഉസ്താദ് അല്ലാ റഖ ഖാനിൽ നിന്ന് തബലയുടെ താളം കേട്ടു വളർന്ന സാക്കിർ ഹുസൈൻ അല്ലാ റഖ ഖുറേഷി എന്ന ഉസ്താദ് സാക്കിർ ഹുസൈന്റെ ജീവിതം സംഗീതത്തിനായി ഉഴിഞ്ഞു വെച്ചതായിരുന്നു. സംഗീതമാണ് തൻ്റെ മതമെന്നും ആ മതം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണെന്നും ഉറക്കെ പറഞ്ഞ മഹാപ്രതിഭ കൂടിയായിരുന്നു ഉസ്താദ് സാക്കിർ ഹുസൈൻ. 1951 മാർച്ച് 9 മുംബൈയിലായിരുന്നു സാക്കിർ ഹുസൈന്റെ ജനനം. മുംബൈയിൽ കുട്ടിക്കാലം ചെലവഴിച്ച സാക്കിർ ഹുസൈൻ പിതാവും തബലവാദകനുമായ അല്ലാ റഖ തന്നെയായിരുന്നു സംഗീതത്തിലെ ഗുരു. മാഹിമിലെ സെയിന്റ് മൈക്കിൾസ് ഹൈസ്കൂളിലും മുംബൈ സെയിന്റ് സേവിയേഴ്സ് കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തന്റെ 12ാം വയസ്സിലാണ് സ്വതന്ത്രമായി തബല വായിച്ച് അരങ്ങേറ്റം കുറിക്കുന്നത്. തുടർന്നങ്ങോട്ട് ആ വിരലുകളിൽ നിന്ന് പിറന്നത് മാസ്മരികത നിറഞ്ഞ തബല പെരുക്കം തന്നെ. 1973 പുറത്തിറങ്ങിയ ലിവിംഗ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ആണ് സാക്കിർ ഹുസൈന്റെ ആദ്യ ആൽബം. പിന്നീട് അങ്ങോട്ട് സംഗീതാസ്വാദകരുടെ മനം കവർന്ന ഒട്ടേറെ ആൽബങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു. വേദികളിൽ അദ്ദേഹം തബലയിൽ താളവിസ്മയം തീർത്തു. 1973 ഇംഗ്ലീഷ് ഗിറ്റാറിസ്റ്റ് ജോൺ മക്ലാഫിന്, വയലിനിസ്റ്റ് എൽ ശങ്കർ, ഘടം വാദകൻ TH വിനായക് ബ്രാം എന്നിവർക്കൊപ്പം ചേർന്നു ഹിന്ദുസ്ഥാനി സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി സമന്വയിപ്പിച്ച ശൈലി അന്ന് വേറിട്ടതായിരുന്നു. ഇതിനൊപ്പം തന്നെ ശക്തി എന്ന പേരിലുള്ള മ്യൂസിക് ബാൻഡിലും അദ്ദേഹം പങ്കാളിയായി. 1999 പുറത്തിറങ്ങിയ വാനപ്രസ്ഥം അടക്കമുള്ള സിനിമകൾക്കും സാക്കിർ ഹുസൈൻ സംഗീതം നൽകി. 1990 കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. സംഗീത നാടക പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീതജ്ഞരിൽ ഒരാളായിരുന്നു സാക്കിർ ഹുസൈൻ. 1988 പത്മശ്രീയും 2002 പത്മഭൂഷണും 2023 പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. സംഗീത ലോകത്തെ ഏറ്റവും ജനപ്രിയ പുരസ്കാരമായ ഗ്രാമി അവാർഡ്സിൽ 3 പുരസ്കാരങ്ങളാണ് ഒരൊറ്റ രാത്രിയിൽ അദ്ദേഹം സ്വന്തമാക്കിയത്. ആകെ 4 തവണ ഗ്രാമി അവാർഡ്സ് ലഭിച്ചിട്ടുമുണ്ട്. ദീർഘകാലമായി താജ്മഹൽ ചായപ്പൊടിയുടെ പരസ്യങ്ങളുടെ മുഖമായിരുന്നു സാക്കിർ ഹുസൈൻ. അവരുമായി ഉണ്ടായിരുന്ന കരാറിൽ മുടി മുറിക്കരുത് എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതിനാലാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന് മുടി മുറിക്കാൻ കഴിയാതിരുന്നത്. തമാശ രൂപേണ ഇക്കാര്യം സാക്കിർ ഹുസൈൻ തന്നെ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുമുണ്ട്. 1990കളിൽ പുറത്തിറങ്ങിയ സാക്കിർ ഹുസൈന്റെ ബ്രൂക്ക് ബോൺ താജ്മഹൽ ചായയുടെ പരസ്യം ഏറെ പ്രശസ്തമായിരുന്നു. ഇന്ത്യക്കാർക്കിടയിൽ സാക്കിർ ഹുസൈനൊപ്പം ആ ചായ പരസ്യവും സുപരിചിതമായി. തബലയുടെ മാന്ത്രിക താളം നിറഞ്ഞു നിന്ന താജ്മഹൽ പരസ്യങ്ങൾ ആരാധകരുടെ മനം കവർന്നു. നിമിഷങ്ങൾ നീണ്ടുനിന്ന തബലവാദനത്തിന് ശേഷം സാക്കിർ ഹുസൈനെ വാ ഉസ്താദ് വാ എന്ന് പറഞ്ഞു പുകഴ്ത്തുമ്പോൾ ഹരേ ഹുസൂർ വാ താജ് ബോലിയെ എന്ന് സാക്കിർ ഹുസൈൻ മറുപടി നൽകുന്ന പരസ്യം അക്കാലത്ത് ജനങ്ങൾ ഏറ്റെടുത്ത പരസ്യ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. ഒടുവിൽ 73ാം വയസ്സിൽ വിട പറയുമ്പോൾ സംഗീത ലോകത്തിന് അത് നികത്താനാവാത്ത നഷ്ടമാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് അദ്ദേഹം എന്നേക്കുമായി വിട വാങ്ങുന്നത്.